നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ട് പര്യടനത്തിലെ നാണംകെട്ട പരമ്പര തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വലിയ അഴിച്ചുപണികൾക്ക് BCCI തുടക്കമിട്ട് കഴിഞ്ഞു. കളിക്കാരുടെ പ്രകടനത്തിനൊപ്പം ടീമിന്റെ സപ്പോർട്ട് സ്റ്റാഫിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായ ദിലീപിന്റെ കരാർ കാലാവധി നീട്ടി നൽകാൻ BCCIക്ക് ഒട്ടും താൽപ്പര്യമില്ല എന്നതാണ്. നിലവിൽ ഫീൽഡിംഗ് കോച്ച് ദിലീപ്, ബൗളിംഗ് കോച്ച് മോണി മോർക്കൽ, അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ഡോഷെറ്റ് എന്നിവരുടെ 2 വർഷത്തെ കരാറുകളാണ് ഈ ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ശേഷം ഔദ്യോഗികമായി അവസാനിക്കുന്നത്. എന്നിരുന്നാലും കരാറിൽ തുടർന്നും നീട്ടാനുള്ള പ്രത്യേക ക്ലോസുകൾ ഉൾപ്പെടുന്നതിനാൽ ബൗളിംഗ് പരിശീലകൻ മോണി മോർക്കലിനെയും അസിസ്റ്റന്റ് പരിശീലകൻ റയാൻ ടെൻ ഡോഷെറ്റിനെയും ടീമിൽ നിലനിർത്താൻ BCCIക്ക് വലിയ താൽപ്പര്യമുണ്ടെന്നാണ് ക്രിക്കറ്റ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ. മുൻ ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ കോച്ചിംഗ് സ്റ്റാഫിന്റെ പ്രധാന ഭാഗമായാണ് ദിലീപ് ആദ്യമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചേരുന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ സപ്പോർട്ട് സ്റ്റാഫിലെ ഏറ്റവും ജനപ്രിയനായ അംഗങ്ങളിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മത്സരങ്ങൾക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം നടത്തിയിരുന്ന ആവേശകരമായ പ്രസംഗങ്ങളും മത്സരത്തിലെ മികച്ച ഫീൽഡർമാർക്ക് മെഡൽ സമ്മാനിക്കുന്ന പുതിയ രീതി അവതരിപ്പിച്ചതും ക്രിക്കറ്റ് ലോകത്തും ആരാധകർക്കിടയിലും വലിയ രീതിയിലുള്ള പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. ഇത് കളിക്കാർക്കിടയിൽ മികച്ച ഒരു മത്സരബുദ്ധി വളർത്താൻ സഹായിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2024 ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയത്തിന് ശേഷം അന്നത്തെ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോറും ബൗളിംഗ് കോച്ച് പരസ് മാംബ്രയും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. അതിനുശേഷം പുതിയ ഹെഡ് കോച്ചായി ഗൗതം ഗംഭീർ ചുമതലയേറ്റപ്പോഴും രാഹുൽ ദ്രാവിഡിന്റെ പഴയ സപ്പോർട്ട് സ്റ്റാഫിൽ നിന്നും മാറ്റമില്ലാതെ തുടർന്ന ഏക അംഗം ദിലീപ് മാത്രമായിരുന്നു. ഗംഭീറിനും ദിലീപിന്റെ ഫീൽഡിംഗ് തന്ത്രങ്ങളിൽ തുടക്കത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഇത്രയൊക്കെ ജനപ്രിയനായിരുന്നിട്ടും ദിലീപിനെ മാറ്റാൻ BCCI പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യൻ ടീം കാഴ്ചവെക്കുന്ന വളരെ മോശം ഫീൽഡിംഗ് പ്രകടനങ്ങളാണ്. വിദേശ പിച്ചുകളിലും ആഭ്യന്തര മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ വരുത്തുന്ന വലിയ ഫീൽഡിംഗ് പിഴവുകൾ ബോർഡിന്റെ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീം കൈവിട്ട നിരവധി നിർണായകമായ ക്യാച്ചുകൾ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു. അതിനു പുറമെ 2026 ഇന്ത്യയുടെ വിജയകരമായ T20 ലോകകപ്പ് പ്രചാരണത്തിനിടയിലും ഫീൽഡിംഗിലെ ഗുരുതരമായ പിഴവുകൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയെ തുടരുകയായിരുന്നു. പല പ്രധാന മത്സരങ്ങളിലും ഫീൽഡർമാരുടെ അശ്രദ്ധ കാരണം എതിർ ടീമുകൾക്ക് വലിയ റൺസ് വിട്ടുകൊടുക്കേണ്ടി വന്നത് ദിലീപിന്റെ പരിശീലന രീതികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് BCCI എത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അനാവശ്യമായി റൺസ് ചോരുന്നതും ക്യാച്ചുകൾ കൈവിടുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ടീമിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നു എന്ന വിലയിരുത്തലാണ് ബോർഡ്. ദിലീപിന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലും ബൗളിംഗ് പരിശീലകനായ ദക്ഷിണാഫ്രിക്കൻ മുൻ താരം മോണി മോർക്കൽ ഇന്ത്യൻ ടീമിനൊപ്പം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പേസ് ബൗളിംഗ് ആക്രമണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മോർക്കലിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ടീമിന്റെ സമീപകാല വിജയങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ലോകോത്തര ബൗളർ ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് ഫോം നിലനിർത്തുന്നതിലും അദ്ദേഹത്തിന്റെ കരിയർ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലും മോർക്കൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ BCCIക്ക് വലിയ രീതിയിലുള്ള മതിപ്പുണ്ട്. ബുംറ പോലുള്ള ഒരു പ്രധാന ബൗളർക്ക് പരിക്കേൽക്കാതെ നോക്കുന്നതിലും വിദേശ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പേസർമാരെ കൃത്യമായി ഉപയോഗിക്കുന്നതിലും മോർക്കൽ കാണിച്ച മികവ് തന്നെയാണ് അദ്ദേഹത്തിന് ടീമിൽ തുടരാനുള്ള അർഹത നേടിക്കൊടുത്തത്. കൂടാതെ അസിസ്റ്റന്റ് പരിശീലകനായ റയാൻ ടെൻ ഡോഷെറ്റിന്റെ സാന്നിധ്യവും ടീമിന്റെ മധ്യനിര ബാറ്റർമാർക്ക് വലിയ കരുത്ത് പകരുന്നുണ്ടെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. ഇംഗ്ലണ്ട് പര്യടനത്തിലെ കനത്ത പരാജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ അച്ചടക്കവും കളിമികവും തിരികെ കൊണ്ടുവരാൻ BCCI നടത്തുന്ന ഈ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. ജനപ്രീതി നോക്കിയല്ല, മറിച്ച് കളിക്കളത്തിലെ കൃത്യമായ പ്രകടനം വിലയിരുത്തി മാത്രമായിരിക്കും ഇനി സപ്പോർട്ട് സ്റ്റാഫിന്റെ കരാറുകൾ പുതുക്കുക എന്ന ശക്തമായ സന്ദേശമാണ് BCCI ഇതിലൂടെ നൽകുന്നത്. വരാനിരിക്കുന്ന പുതിയ പരമ്പരകൾക്ക് മുമ്പായി ഇന്ത്യക്ക് അനുയോജ്യനായ ഒരു പുതിയ ഫീൽഡിംഗ് കോച്ചിനെ കണ്ടെത്താൻ ബോർഡിന് സാധിക്കുമെന്നും ഫീൽഡിംഗിലെ പിഴവുകൾ പൂർണ്ണമായി പരിഹരിച്ച് ടീം ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഫീൽഡിംഗ് പരിശീലകൻ ദിലീപിന്റെ കരാർ നീട്ടി നിൽക്കാതെ BCCI തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഡ്രസ്സിംഗ് റൂമിലെ ജനപ്രിയനായ ഒരു കോച്ചിനെ മാറ്റുന്നത് ടീമിന്റെ അന്തരീക്ഷത്തെ ബാധിക്കുമോ? ബൗളിംഗ് കോച്ചായി മോണി മോർക്കൽ തുടരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും തത്സമയ വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.